ഹായ് ഓൾ, വെൽക്കം ടു ട്യൂട്ടേഴ്സ്. നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 സെക്കൻഡ് ചാപ്റ്ററിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനായ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ആണ്. അപ്പോൾ എന്താണ് ഒരു ഡൈപോൾ കാരണം ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പോൾ എന്താണ്, നമ്മളൊരു ഇലക്ട്രിക് ഡൈപോൾ കാരണം ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. അവിടെ എന്തുണ്ടാവുന്നു? ഈ ഡൈപോൾ കാരണം ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു. അതിൻ്റെ വാല്യൂ എന്താണ്? അതാണ് നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡൈപോളിനെ കൺസിഡർ ചെയ്യാം. ഡൈപോൾ ഇതാണ് നമ്മുടെ ഡൈപോൾ. അപ്പോൾ ഇവിടെ -q ഉണ്ട്, അതേപോലെ എന്തുണ്ട്, ഒരു +q ചാർജ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2l ആണ് എന്നാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇവർ തമ്മിലുള്ള ദൂരം എത്രയാണ്? 2l ആണ് ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ്. ഈ -q +q വരുന്ന ആ ഒരു ഡൈപോൾ സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനൊരു പേര് നമുക്ക് കൊടുത്താലോ? AB എന്ന പേര് നമുക്ക് ഇവിടെ കൊടുക്കാം. നമ്മുടെ ഡൈപോളിൻ്റെ പേരെന്താണ്? AB ആണ്. ഓക്കെ. നമുക്ക് ഈ ഡൈപോളിൻ്റെ സെൻറ്ററിനെ എന്തെന്ന് വിളിക്കാം? O എന്നങ്ങ് വിളിക്കാം. ഡൈപോളിൻ്റെ സെൻറ്റർ എന്താണ് നമ്മളിവിടെ വിളിക്കുന്നത്? O എന്നാണ് വിളിക്കുന്നത്. ഇനിയും നമ്മളിതാ ഒരു പോയിന്റ് മാറ്റി ഇവിടെ ഒരു പോയിന്റിൽ അതിനെ നമുക്ക് C എന്ന് വിളിക്കുന്നു. ഈ C എന്ന പോയിന്റിൽ AB എന്ന ഡൈപോൾ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമുക്കിവിടെ ഡിറൈവ് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ Oയിൽ നിന്ന് Cയിലേക്കുള്ള ദൂരം എത്രയാണ്? R ആണ്. Oയിൽ നിന്ന് Cയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഏതാ? സ്മോൾ r. Aയിൽ നിന്ന് Cയിലേക്കുള്ള ദൂരത്തിനെ നമുക്ക് സ്മോൾ r1 എന്ന് എടുക്കാം. എന്താണ്? Aയിൽ നിന്ന് Cയിലേക്കുള്ള ദൂരം സ്മോൾ r1. ഇനിയും Bയിൽ നിന്ന് Cയിലേക്കുള്ള ദൂരത്തിനെ നമുക്ക് r2 എന്നും എടുക്കാം. അപ്പോൾ ഇവിടെ ഈ ബിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ആംഗിള് നമുക്ക് എന്തെന്ന് വിളിക്കാം? തീറ്റ എന്ന് വിളിക്കാം. ഈ ആംഗിളിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് OC എന്ന ഈ ഒരു ലൈനിനെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങോട്ടേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് Aയിൽ നിന്ന് ഇവിടേക്ക് നമുക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. Aയിൽ നിന്ന് നമ്മൾ എന്ത് വരച്ചു? ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇതേപോലെ തന്നെ നമുക്ക് Bയിൽ നിന്നും OCയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. Bയിൽ നിന്നും OCയിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എന്നിട്ട് ഈ പോയിന്റിലെ നമുക്ക് E എന്ന പേര് കൊടുക്കാം. ഈ പോയിന്റിനെ നമുക്ക് എന്ത് പേര് കൊടുക്കാം? D എന്നൊരു പേര് കൊടുക്കാം. ഓക്കെ. ഇനിയും ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ആംഗിൾ കണ്ടോ? ഇവിടെ ഉണ്ടാവുന്ന ഈ ആംഗിൾ എന്ത് തന്നെ ആയിരിക്കും? തീറ്റ ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേഷനിലേക്ക് കടക്കാം. അപ്പോൾ C എന്ന പോയിന്റിൽ നമ്മുടെ AB എന്ന ഡൈപോൾ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഈ -q ചാർജ് കാരണം Cയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ +q ചാർജ് കാരണം Cയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്ക് അങ്ങ് ആഡ് ചെയ്താൽ പോരെ? മതിയല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് Cയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്താ? 1/4πε0. ആദ്യം നമുക്ക് പ്ലസ് ചാർജ് കാരണമുള്ള എന്താ? q/, ഡിസ്റ്റൻസ് എന്താ? Bയിൽ നിന്ന് Cയിലേക്കുള്ള ദൂരം എന്താ? q/r2 പ്ലസ് 1/4πε0 q/, ഇത് കാരണം -q കാരണം ഉണ്ടാവുന്നത് എങ്ങനെയാ? -q/, ഡിസ്റ്റൻസ് എന്താ? r1. ഇനി നോക്കിക്കേ, ഇവിടെ നമുക്ക് ആരെയൊക്കെ കോമൺ ആക്കി എടുക്കാം? ക്യൂവും 4πε0യും കോമൺ ആക്കി നമുക്ക് എടുക്കാം. അപ്പോൾ എങ്ങനെ വരും? q/4πε0 1/r2 മൈനസ് 1/r1 ആണല്ലോ. ഇനി എങ്ങനെ വരും? q/4πε0 r1 മൈനസ് r2 r1 r2. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ r1 എന്ന് പറയുന്ന ദൂരം ഈ ഡിസ്റ്റൻസ് AC ന്ന് ഈ r1 എന്ന് പറയുന്നത് എന്തൊക്കെ ആഡ് ചെയ്യുന്നതാണ്? നോക്കിക്കേ, r1 എന്ന് പറയുന്നത്
R1 എന്ന് പറയുന്നത് നമ്മുടെ R പ്ലസ് അല്ലെങ്കിൽ OC പ്ലസ് EO ആണ്. R പ്ലസ് EO ആണ് നമ്മുടെ R1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഏത് ട്രയാങ്കിളാ? ട്രയാങ്കിൾ AOE. കൺസിഡർ ട്രയാങ്കിൾ AOE. ഈ ട്രയാങ്കിളിൽ നിന്ന് ദാ കോസ് തീറ്റ ഒന്ന് എടുത്തേ. കോസ് തീറ്റ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? കോസ് തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? EO ബൈ ദാ ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. ഈ ഡിസ്റ്റൻസ് എന്താ? നമ്മുടെ ഡൈപോളിൻ്റെ ലെങ്തിൻ്റെ പകുതിയല്ലേ. ഡൈപോളിൻ്റെ ലെങ്ത് 12 ആണ് എങ്കിൽ A മുതൽ O വരെ എന്തായിരിക്കും? L ആയിരിക്കും. O മുതൽ B വരെ എന്തായിരിക്കും? L ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടും? EO ബൈ L എന്ന് കിട്ടും. ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? EO എന്ന് പറയുന്നത് എന്ത് കിട്ടും? L കോസ് തീറ്റ എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അടുത്തത് ഇതേപോലെ R2 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. ഈ R2 എന്ന് പറയുന്നത് നമ്മുടെ OC മൈനസ് DO ആണ്. എന്താണ് R2? R2 എന്ന് പറയുന്നത് OC മൈനസ് DO ആണ്. അപ്പോൾ R2വിനെ നമുക്ക് എങ്ങനെ എഴുതാം? R2 ഈക്വൽ OCക്ക് പകരം നമുക്ക് R എന്ന് എഴുതാമല്ലോ. OC എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് അല്ലേ. R മൈനസ് DO. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ട്രയാങ്കിൾ ദാ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കാൻ പോവാണ്. OBD. കൺസിഡർ ട്രയാങ്കിൾ OBD. അവിടെയും കോസ് തീറ്റ എന്ന് എടുത്തേ. കോസ് തീറ്റ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെയും കോസ് തീറ്റ എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് DO ബൈ L എന്നാണ് കിട്ടുന്നത്. എന്താണ്? കോസ് തീറ്റ ഈക്വൽ DO ബൈ L. ഇവിടുന്ന് DO എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? L കോസ് തീറ്റ. ഇവിടുത്തെ DO എന്ത് കിട്ടും? L കോസ് തീറ്റ. ഓക്കെ, എങ്കിൽ R2വിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ R2 എന്ന് പറയുന്നത് R മൈനസ് L കോസ് തീറ്റ. അതേപോലെ R1നെ നമുക്ക് എങ്ങനെ ഇവിടെ എഴുതാൻ പറ്റും? R1 എന്ന് പറയുന്നത് R പ്ലസ് EO അല്ലേ. അപ്പോൾ R1 ഈസ് ഈക്വൽ ടു R പ്ലസ് L കോസ് തീറ്റ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ഈ നമ്മുടെ V ഈസ് ഈക്വൽ ടു Q ബൈ 4πε0 ഇൻറ്റു R1 മൈനസ് R2 ബൈ R1 R2 എന്ന നമ്മുടെ ഇക്വേഷനിലേക്ക് R1ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? R പ്ലസ് L കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R2ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? R മൈനസ് L കോസ് തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? Q ബൈ 4πε0 R1ന് പകരം R പ്ലസ് L കോസ് തീറ്റ, R2ന് പകരം R മൈനസ് L കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ? V is equal to Q by 4πε0 R1 മൈനസ് R2 ബൈ R1 പ്ലസ് R2 വരെയുള്ള നമ്മളിപ്പോൾ ചെയ്തത്. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ എഴുതിയിരുന്നത്. ഇപ്പോൾ എന്താണ്? R1ന് നമ്മളിപ്പോൾ വേറൊരു കാര്യം കണ്ടുപിടിച്ച് എന്താണ്? R1 ഈക്വൽ R പ്ലസ് L കോസ് തീറ്റ നമുക്ക് എഴുതാം. R2ന് പകരം എന്ത് എഴുതാം? R മൈനസ് L കോസ് തീറ്റ എന്ന് എഴുതാം. എങ്കിൽ എങ്ങനെ വരും ഇതിൻ്റെ ഇക്വേഷൻ? നോക്കിക്കേ, V is equal to Q by 4πε0 R1ന് പകരം നമുക്ക് R പ്ലസ് L കോസ് തീറ്റ മൈനസ് R2ന് പകരം എന്താ? R മൈനസ് L കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R1 R2 R പ്ലസ് L കോസ് തീറ്റ ഇൻറ്റു R മൈനസ് L കോസ് തീറ്റ. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇനി എങ്ങനെ വരും? Q ബൈ 4πε0 ഈ ബ്രാക്കറ്റ് അകത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? R പ്ലസ് L കോസ് തീറ്റ മൈനസ് R, ഈ മൈനസും മൈനസും കൂടെ എന്താകും? പ്ലസ് ആകും. പ്ലസ് L കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഇത് നോക്കിക്കേ, A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയുടെ ഫോമിലാണ് ഏത് കിടക്കുന്നത്? R പ്ലസ് L കോസ് തീറ്റ ഇൻറ്റു R മൈനസ് L കോസ് തീറ്റ. A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇനിയും R സ്ക്വയർ
മൈനസ് എൽ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇങ്ങനെ എഴുതാം. ഇവിടെ ആരൊക്കെ ക്യാൻസൽ ആയി പോകും നോക്കിക്കേ. ഇവിടെ ഒരു പ്ലസ് ആറും മൈനസ് ആറും ഉണ്ട്, അത് ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് എന്ത് വരും? ക്യൂ ബൈ 4πε0 2l കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നാണ് നമുക്ക് വരേണ്ടത്. ഇവിടെ ഈ ആർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഡൈപോളിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് നമ്മുടെ സി എന്ന പോയിന്റിലേക്കുള്ള ദൂരമായിരുന്നു ആറ്. എൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ഡൈപോളിൻ്റെ മിഡിൽ നിന്ന് ഓരോ പോയിന്റിലേക്ക്, ഓരോ പോയിന്റ് ചാർജിലേക്കും ഉള്ള ലെങ്ത് ആണ് എന്ത്? എൽ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഡൈപോളിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത് എന്തായിരുന്നു? നമ്മുടെ ഡൈപോളിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത് 2l ആയിരുന്നു. ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഓരോ പോയിന്റിലേക്കുമുള്ള ദൂരമാണ് എന്ത്? എൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൽ എന്താണ്? വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എൽ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നുള്ള ടേമിനെ എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൽ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇനിയുള്ള ഇക്വേഷനിൽ നമുക്ക് എൽ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ വേണ്ട, പകരം നമുക്കിനി ആര് മാത്രം മതി? താഴെ ആർ സ്ക്വയർ മാത്രം മതി. ഓക്കെ ആണോ? ഇനി ഇവിടെ നോക്കിക്കേ, നമ്മുടെ ന്യൂമറേറ്ററിൽ എന്താ കിടക്കുന്നത്? 2q2l കോസ് തീറ്റ എന്നാണ് കിടക്കുന്നത്. നമുക്കറിയാം എന്താ 2ql എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ഡൈപോൾ മൊമെൻ്റ് അല്ലേ. അപ്പോൾ ഇതിനെ എന്തെന്ന് എഴുതാം? നമുക്ക് പി എന്ന് എഴുതാമല്ലോ. 2qlന് പകരം നമുക്ക് എന്ത് എഴുതാം? പി എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ വരും? 1/4πε0 p കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. ഇത്രയുമേ നമ്മുടെ ഡെറിവേഷനിലാകെ നമുക്കുള്ളൂ. എന്താണ് ചെയ്തത് നമ്മളിപ്പോൾ? നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ നമുക്ക് എന്ത് കിട്ടി? 1/4πε0 p കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതിനെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം. പൊട്ടൻഷ്യൽ V is equal to 1/4πε0 വെക്ടർ P ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ. ഇങ്ങനെയും നമുക്ക് ഇതിനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്താണുള്ളത്? ഒരു പൊട്ടൻഷ്യൽ കാരണം നമുക്ക് ഒരു ഡൈപോൾ കാരണം ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ചെയ്തത്. എന്താണ്? ഒരു ഡൈപോൾ കാരണം നമ്മൾ സി എന്നൊരു പോയിന്റ് എടുത്തു. ആ പോയിന്റിൽ ഇത് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്താ? 1/4πε0 p കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 1/4πε0 p ഡോട്ട് ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡൈപോൾ മൊമെൻറ്റിൻ്റെയും അതേപോലെ നമ്മുടെ ഈ പൊസിഷൻ വെക്ടറായ ആറിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് എന്തെന്ന് വിളിക്കുക? തീറ്റ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ആണോ? 1/4πε0 p കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. ഇനി നമ്മൾ എടുക്കുന്നത്, ഇനിയും ഈ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഒരിടത്താണ് നമ്മൾ പോയിന്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വരും? ഇപ്പം നമ്മുടെ ഡൈപോൾ എന്ന് പറയുന്നത് ഇതാണ്. പ്ലസ് ക്യൂ ഉണ്ട്, മൈനസ് ക്യൂ ഉണ്ട്, ഇടയിലുള്ള ദൂരം 2l ആണ്. നമ്മളിതാ പോയിന്റ് കൺസിഡർ ചെയ്യുന്നത് ലൈക്ക് ഇവിടെയാണെങ്കിൽ, അതായത് ഒരു ആക്സിയൽ ലൈനിലാണ് നമ്മൾ പോയിന്റ് എടുക്കുന്നതെങ്കിൽ, നേരത്തെ നമ്മൾ എവിടെയായിരുന്നു എടുത്തത്? ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എടുക്കുന്നു. ഇപ്പം നമ്മൾ എടുക്കുന്നത് ആക്സിയൽ ലൈനിലുള്ളൊരു പോയിന്റാണ്. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡ്, അതായത് നമ്മുടെ പ്ലസ് ക്യൂ ചാർജിനോട് അടുത്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്ലസ് ക്യൂ ചാർജിൻ്റെ സൈഡിലാണ് നമ്മൾ ആക്സിയൽ ലൈനിലെ പോയിന്റ് എടുക്കുന്നതെങ്കിൽ, ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈനിൽ എവിടെ വേണമെങ്കിലും വരാമല്ലോ. ആ ലൈനിൽ പ്ലസ് ക്യൂ ചാർജിൻ്റെ അടുത്താണ് നമ്മൾ ആ പോയിന്റിനെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഇവിടെയാണ് ആ പോയിന്റ് എടുക്കുന്നതെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ത് വരും? തീറ്റയുടെ വാല്യൂ എന്ത് വരും? തീറ്റ വിൽ ബി ഈക്വൽ ടു 0. കാരണം ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്താ? പ്ലസ് ചാർജിൽ നിന്ന് മൈനസ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഡൈപോളിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, നമ്മൾ പോയിന്റ് എടുത്തിരിക്കുന്നത് ഇങ്ങോട്ട്. അപ്പോൾ തീറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ്റെ അതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് എങ്ങനെ കിട്ടും? V is equal to 1/4πε0 p cos തീറ്റ. cos 0 എന്താണ്? cos 0 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ p ബൈ ആർ സ്ക്വയർ എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഏത് കേസിലാണ്?
നമ്മൾ പോയിന്റ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഡൈപോളിലെ നമ്മുടെ പോസിറ്റീവ് ചാർജിൻ്റെ സൈഡിലാണ്. നമ്മൾ പോസിറ്റീവ് ചാർജിൻ്റെ സൈഡിലുള്ള ആ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റിലാണെങ്കിൽ, പോസിറ്റീവ് ചാർജിനോടടുത്തുള്ള ആക്സിയൽ ലൈനിലുള്ള പോയിന്റിലാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ, ആ പോയിന്റിൽ ഈ ഡൈപോൾ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 p/r² ആണ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് നമ്മൾ ഈ ഒരു പോയിന്റിന് പകരം നെഗറ്റീവ് സൈഡിലുള്ള ഒരിടത്താണ് എടുക്കുന്നത്. നമ്മുടെ നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തുള്ള ഒരു പോയിന്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ലൈക്ക് നമ്മളിതാ ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ, ഈ സി എന്ന പോയിന്റ് ഇവിടെയാണ്, നെഗറ്റീവ് ചാർജിൻ്റെ അടുത്താണെങ്കിൽ എന്തായിരിക്കും തീറ്റയുടെ വാല്യൂ എന്ത് വരും? തീറ്റ വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി, അല്ലെങ്കിൽ തീറ്റ എന്തായിരിക്കും? പൈ ആയിരിക്കും. കാരണം ഇങ്ങോട്ടേക്കാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. നമ്മുടെ പോയിന്റ് എടുത്തിരിക്കുന്നത് നെഗറ്റീവിൻ്റെ സൈഡിലാണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 180 ഡിഗ്രി അല്ലെങ്കിൽ പൈ റേഡിയൻ ആയിരിക്കും. അങ്ങനെയെങ്കിൽ കോസ് പൈ എന്താ? കോസ് പൈ ഈക്വൽ ടു -1 ആണ്. കോസ് പൈ എന്താണ്? -1 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? V is equal to 1/4πε0 എന്തായിരിക്കും? -p/r². അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? -1/4πε0 p/r². ഇതായിരിക്കും എന്ത്? നമ്മൾ ഡൈപോളിൻ്റെ എവിടെ എടുക്കുമ്പോഴാണ്? നെഗറ്റീവ് ചാർജിൻ്റെ അടുത്താണ് ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എടുക്കുന്നതെങ്കിൽ എവിടെ വരും? നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? -1/4πε0 p/r² എന്നാണ് വരുന്നത്. ഓക്കെ, ഇതേപോലെ നമ്മൾ ഇനി നമ്മുടെ ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റിലെ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമുക്ക് വേണ്ടുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതേണ്ടത്? ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു, നമ്മളൊരു ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ലൈക്ക് ഇവിടെ ഉള്ളൊരു സി എന്ന പോയിന്റ് ഇവിടെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടുത്തെ തീറ്റ എന്താണ്? തീറ്റയുടെ വാല്യൂ എന്താ? ഇങ്ങോട്ടേക്കാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ, ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ, ഇങ്ങനെ ആയിരിക്കും. എങ്കിൽ ഇവരുടെ ഇടയിലുള്ള ആംഗിൾ എന്തായിരിക്കും? തീറ്റ ഈസ് ഈക്വൽ ടു π/2 അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ തീറ്റ π/2 ആണെങ്കിൽ കോസ് π/2 എന്താണ്? 0 ആണ്. ദെയർഫോർ ഈ ഒരു സമയത്ത് നമ്മുടെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് ഡൈപോൾ അറ്റ് ദിസ് പോയിന്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 0. അപ്പോൾ ഈ സമയത്ത് പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ്. അപ്പോൾ എന്താ? ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നു, എന്നിട്ട് അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെയാണ് എടുത്തത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ എന്നതാണ് നമ്മൾ എടുത്തത് അല്ലേ? ഒരു ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു, ആ ഡൈപോളിൽ നിന്ന് മാറി നമ്മളൊരു പോയിന്റ് എടുക്കുന്നു, ആ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമ്മൾ പഠിച്ചേ? 1/4πε0 p cos θ/r² ആണ്. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡൈപോൾ മൊമെൻറ്റിൻ്റെയും അതേപോലെ പൊസിഷൻ വെക്ടറിൻ്റെയും ഇടയിലുള്ള ആംഗിൾ ആണ്. എങ്കിൽ നമ്മുടെ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഇപ്പോൾ ഡൈപോൾ എന്ന് പറയുമ്പോൾ പ്ലസ് ചാർജും വരും, നെഗറ്റീവ് ചാർജും വരും. ഇപ്പോൾ നമ്മൾ ഡൈപോളിൻ്റെ പോസിറ്റീവ് ചാർജിനടുത്താണ് ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? 1/4πε0 p/r² എന്ന് വരും. കാരണം എന്താ? തീറ്റ അവിടെ 0 ആയിരിക്കും. ഇനിയും നമ്മുടെ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിൽ തന്നെ പക്ഷേ നെഗറ്റീവ് ചാർജിൻ്റെ അടുത്താണ് നമ്മൾ പോയിന്റ് എടുത്തിരിക്കുന്നത് എങ്കിൽ അവിടുത്തെ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലെങ്കിൽ പൈ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? -1/4πε0 p/r² എന്നായിരിക്കും. ഇനി നമ്മൾ ഇക്വറ്റോറിയൽ ലൈനിലുള്ളൊരു പോയിന്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡൈപോൾ കാരണം ആ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എന്താ?
തീറ്റ അവിടെ π/2 ആയിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആ പോയിന്റിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു യൂസ്ഫുൾ, നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.